കൈരളി ന്യൂസ് ഇമ്പാക്ട് എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം. വയനാട്ടിൽ നേതൃമാറ്റത്തിന് കോൺഗ്രസ് DCC പ്രസിഡന്റിനെ മാറ്റും. തൃശൂർ മാതൃകയിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സണ്ണി ജോസഫ് MLAക്ക് ചുമതല നൽകാൻ ഏകദേശ ധാരണയായിട്ടുണ്ട്. അനൂപ് KR വയനാട്ടിൽ നിന്നും ചേരുന്നു. അനൂപ്, നിരന്തരമായി വാർത്തകൾ പുറത്തു വരുന്നു. കൃത്യമായി IC ബാലകൃഷ്ണനെതിരെ, ജില്ലാ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണ വിധേയർ. ND അപ്പച്ചൻ അടക്കമുള്ളവർ കൂട്ടുപ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനക്കോഴയായാലും ട്രഷറർ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ രണ്ടുപേരുടെയും പേര് വ്യക്തമായിട്ടുണ്ട്. കൃത്യമായി നേതൃത്വത്തിന്റെ പേര് പുറത്ത് വന്ന സ്ഥിതിക്ക്, അത് ഡിജിറ്റൽ തെളിവുകളായി വ്യക്തമായ സ്ഥിതിക്ക് നേതൃമാറ്റത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇനി അതല്ലാതെ കോൺഗ്രസിന് മുന്നിൽ മറ്റു വഴികളില്ല. ഒരു നിർണായകമായ വിവരമാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് വരുന്നത്. കടുത്ത പ്രതിസന്ധിയിലായ കോൺഗ്രസിനെ ചികിത്സിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കൾ KPCCയെ സമീപിക്കുകയും നേതൃമാറ്റത്തിന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നതാണ്. നാം ഇന്നലെ തന്നെ ഈ ഒരു അസാധാരണമായ പ്രതിസന്ധിയെ മറികടക്കാൻ ജില്ലയിലെ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നുള്ളൊരു വാർത്ത നൽകിയിരുന്നു. ഏതായാലും ആ വിധത്തിലുള്ള സാഹചര്യങ്ങൾ ശക്തമാവുകയാണ്. അത് മാത്രമല്ല, ഈ പ്രശ്നം ഉയർന്നതിനെ തുടർന്ന് വലിയ ഭിന്നത, വലിയ ആ രീതിയിലുള്ള വലിയ തർക്കങ്ങളെല്ലാം DCCയിൽ രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് DCC സെക്രട്ടറിമാർ യോഗം വിളിച്ച് ഈ സാഹചര്യം അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ DCC നേതൃയോഗം വിളിച്ചില്ല. DCC ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയോ അതോടൊപ്പം DCC സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചില്ല. അത് മാത്രമല്ല, അത്തരത്തിലൊരു തീരുമാനത്തിലൂടെ മാത്രമേ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണ നൽകാവൂ എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ND അപ്പച്ചൻ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു കോർ കമ്മിറ്റി യോഗം വിളിച്ചാണ് IC ബാലകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിക്കുകയും തുടർന്ന് വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ബത്തേരിയിൽ നടത്തുകയും എല്ലാം ചെയ്തത്. അതിൽ ഒരു വിഭാഗം പ്രത്യക്ഷത്തിൽ തന്നെ വിട്ടുനിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പ്രധാനമായും തങ്ങളുടെ അഭിപ്രായം കേൾക്കാതെയാണ് ഈ പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ വിധത്തിൽ കുറ്റാരോപിതരായി നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ ആ വിധത്തിൽ തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്നും അവർ അറിയിച്ചിരുന്നു. ഏതായാലും സംഘടനാ തലത്തിൽ കൂടി ഇതൊരു വലിയ പ്രതിഷേധമായി, ഒരു ഭിന്നതയായി, അഭിപ്രായ വ്യത്യാസമായി, തർക്കമായി രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഈ നേതൃമാറ്റം എന്നൊരു ആവശ്യം കോൺഗ്രസിൽ നിന്ന് ശക്തമായി ഉണ്ടായത്. പല പ്രധാന DCC സെക്രട്ടറിമാരും ആ ആവശ്യം ഉന്നയിച്ചു. ഇതേ തുടർന്ന് ഒരു അനുനയ സമമായ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. KPCCക്ക് മുന്നിൽ നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് ലഭിച്ചു. നേതൃമാറ്റം സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ KPCC പ്രസിഡന്റിനെയും മറ്റും ഫോണിൽ വിളിച്ച് സാഹചര്യങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടില്ലെങ്കിൽ വയനാട്ടിൽ കോൺഗ്രസിന്റെ ഭാവി സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാവുമെന്ന് സൂചന നൽകി. അതേ തുടർന്നാണ് ഒരു തീരുമാനം ഈ വിധത്തിൽ ഉണ്ടാവുന്നത്. ഒരു അനുനയ നീക്കമെന്ന ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളതെങ്കിലും കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഉടനെ എത്തുമെന്നാണ് സൂചന. തൃശ്ശൂരിൽ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെ അന്ന് VK ശ്രീകണ്ഠനെ ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിധത്തിൽ ഒരു അനുനയ ശ്രമം, ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായേക്കാനാണ് സാധ്യത. ഏതായാലും സണ്ണി ജോസഫ് MLA, അദ്ദേഹം പേരാവൂർ MLA ആണ്. വയനാടിന്റെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് KPCC ചുമതലപ്പെടുത്തിയ ഈ അന്വേഷണ സമിതിയിൽ അംഗമായിരുന്നു. മുൻപ് 2021 ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ KPCC ചുമതലപ്പെടുത്തിയ അന്വേഷണ സമിതിയുടെ ചെയർമാനായിരുന്നു. നിലവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KPCC അച്ചടക്ക സമിതി ചെയർമാൻ നേതൃത്വത്തിലുള്ള ഈ നിലവിലുള്ള അന്വേഷണ സമിതി അംഗം കൂടിയാണ് KPCC ഈ സണ്ണി ജോസഫ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം വയനാട്ടിൽ എത്തിയതാണ്. അത് മാത്രമല്ല അനൂപ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കോൺഗ്രസ് ഇതിനോടകം തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിൽ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നു. അതിനിടയിലാണ് ഇടുത്തി പോലെ വയനാട്ടിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നത്. IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തെളിവുകൾ സഹിതമുള്ള വാർത്തകൾ കൈരളി ന്യൂസ് തന്നെ പുറത്തേക്ക് വിടുന്നു. ഏതായാലും ഇതുമായി അനുബന്ധമായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സണ്ണി ജോസഫ് MLA ഒരു താൽക്കാലിക ചുമതലയിൽ വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസ് തീരുമാനം. അതോടൊപ്പം തന്നെ മുതിർന്ന ചില നേതാക്കളെയും പരിഗണിക്കുന്നുണ്ട്. KPCC സെക്രട്ടറിയായ KL പൗലോസിനെ ചുമതലയിലേക്ക് കൊണ്ടുവരാനൊരു നീക്കം നടക്കുന്നുണ്ട്. എന്നാൽ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉൾപ്പെടെ പേരുള്ളയാളാണ് KL പൗലോസ്. അത് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് വിവിധ ആരോപണങ്ങൾ കോൺഗ്രസിലുണ്ട്. പ്രത്യേകിച്ച് ബത്തേരി നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം KL പൗലോസിന്റെ തിരിച്ചടിയാണ്. KL പൗലോസിനെ ആ വിധത്തിൽ പരിഗണിക്കരുത് എന്നൊരു അഭിപ്രായം പല ഭാഗത്തുനിന്ന് ഉയർന്നു. ആ ഘട്ടത്തിൽ DCC സെക്രട്ടറി ആയിട്ടുള്ള
മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയൻ അദ്ദേഹത്തെ ഈ ചുമതലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചുമതല നൽകണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അതിൽ TCC ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും അക്കാര്യത്തിലുണ്ട്. എന്നാൽ അതിനെതിരെയും ചില വിമർശനങ്ങൾ കോൺഗ്രസിലുണ്ട്. ഇതിനെല്ലാം ഒരു സമവായ നീക്കം എന്ന രീതിയിൽ പുറത്തു നിന്നുള്ള ആളെ ഏൽപ്പിച്ച് സംഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തണമെന്നാണ് പൊതുവിൽ വരുന്ന ആവശ്യം. ഏതായാലും അത് സംബന്ധിച്ചൊരു തീരുമാനം നേതൃമാറ്റം എന്ന രീതിയിൽ ഉടൻ നടപ്പിൽ വരാനാണ് സാധ്യത. ഏതായാലും ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ്. ആ വിധത്തിൽ ഇടപെടലുകൾ ഉടനെ തന്നെ ഉണ്ടായേക്കും. ആ വിധത്തിൽ ശക്തമായ പ്രതിരോധത്തിലും ആകെ ഉയർന്നു വന്ന ആരോപണങ്ങളിലും പുറത്തു വന്ന വസ്തുക്കളിലുമെല്ലാം ആടി ഒളിഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ്. അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം നടത്തണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. പ്രധാനമായും വരുന്ന ആവശ്യം ആ വിധത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഉടൻ തന്നെ KPCC എത്തിയേക്കും. ഉടൻ തന്നെ ഒരു നേതൃമാറ്റം വയനാട്ടിൽ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് മാത്രമാകുന്നില്ല അനൂപ്, കാരണം വലിയ രീതിയിലുള്ള തലവേദനയാണ് ഇത്തരത്തിൽ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിന് നൽകുന്ന ഒരു തലവേദന എന്ന് പറയുന്നത്. ഒരു നേതൃമാറ്റത്തിലൂടെ മാത്രം പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല വയനാട്ടിൽ കോൺഗ്രസിനുള്ളത്. ഒരിക്കലുമല്ല. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അത്രയധികം ശക്തമാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന DCC പ്രസിഡന്റും ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവുമായ IC ബാലകൃഷ്ണനാണ്. അദ്ദേഹം ഒരു നിയമസഭാ അംഗം കൂടിയാണ്. ഇത്തരത്തിൽ നേതൃനിര തന്നെ പ്രത്യക്ഷത്തിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യം വയനാട്ടിൽ ഏതായാലും മുൻപ് കണ്ടിട്ടില്ല. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ അത് പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ആ വിധത്തിൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച നേതാക്കളെ മാറ്റി നിർത്തണം, അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഏതായാലും ഇതൊന്നും ഇത്തരത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല വയനാട്ടിൽ ഏതായാലും ഇപ്പോഴുള്ളത്. വലിയ പ്രതിസന്ധിയാണ് വയനാട്ടിലുള്ളത്. അത് മാത്രമല്ല കോൺഗ്രസ് ഉള്ളിൽ തന്നെ പ്രതിഷേധവും ഭിന്നതയുമുണ്ട്. അതൊന്നും ഈ വിധത്തിൽ പരിഹരിക്കാൻ ഏതായാലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലൊരു ശ്രമം നടത്താനാണ് ഏതായാലും KPCCയുടെ ശ്രമം. പക്ഷേ ഈ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയാൽ അത് ഈ ചുമതലയിൽ ഇരിക്കുന്നവർക്കെതിരെ അത്തരത്തിലുള്ള നടപടി വന്നാൽ അത് വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും. അതിൽ നിന്ന് താൽക്കാലികമായ രക്ഷ എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ നോക്കിക്കാണുന്നത്. ആ വിധത്തിൽ തീരുമാനങ്ങൾ വരാൻ പോകുന്നത്. അനൂപാണ് വിശദാംശങ്ങൾ നൽകി വരുന്നത്.